ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് കള്ള് ഷാപ്പാണെന്നും കള്ള് പറഞ്ഞുകൊണ്ട് മധുരക്കള്ളെന്നും മുന്തിരിക്കള്ളെന്നും ഇഞ്ചിക്കള്ളെന്നും എല്ലാ കള്ളെന്നും കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് പല വ്ളോഗർമാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ നൈറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് അവിടെയുള്ള പ്രവാസികൾ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ എന്നെ വന്ന് കാണുക, നമുക്ക് പരിചയം. അപ്പൊ ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നത്തെയും പോലെ തന്നെ രേണുസുതിയാണ് നമ്മുടെ കണ്ടന്റ്. അപ്പം എന്താന്ന് വെച്ചാൽ ചേച്ചി ഒരു മെമ്പർഷിപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. മെമ്പർഷിപ്പ് 300 സംതിങ് രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ കാണാമെന്ന് ഉണ്ടവർ എടുത്തോളൂ. അപ്പം കുറെയൊക്കെ അപരാധം അവിടെ ഒതുങ്ങി നിൽക്കുമെന്ന് തോന്നുന്നു. അല്ലാതെ ഈ പബ്ലിക്കിന്റെ മുന്നോട്ട് എല്ലാവരും കാണാത്ത രീതിയിൽ ഇടുമെന്ന് നമുക്കിനി പ്രതീക്ഷിക്കേണ്ട. അപ്പൊ അങ്ങനെ ആയാൽ അവർക്ക് കൊള്ളാം. പിന്നെ അതുപോലെ അത് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്, മദ്യപാനത്തെ അതായത് കള്ളിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സൂരജിന് എന്താണ് ഫൈനും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ രേണുസുതിക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ള ഒരു ചോദ്യം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ചർച്ചയാകേണ്ട കാര്യമാണ്. അതും കൂടെ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തുന്നുണ്ട്. കഴിവതും നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവള് കഴിഞ്ഞ ദിവസം മെയിൻ സ്ട്രീമിന് ഒരു ബൈറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ലേശം ഒന്ന് വിവാദമായിട്ടുണ്ട്. വിവാദമായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് നമ്മുടെ ക്രിസ്ത്യൻ സഭയിൽ കന്യാമറിയത്തെ അവഹേളിച്ചുകൊണ്ട് ഒരു പ്രസ്താവന പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇവർ കളിച്ച് മുറത്തി കയറി കൊത്തുന്ന ഒരു സ്വഭാവമാണ്. ഇച്ചിരി ഇട കൊടുത്തിട്ടുണ്ടെങ്കിൽ തലേ കയറി അരയ്ക്കുന്ന ഒരു പ്രകൃതമാണല്ലോ രേണുസുതി. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഒരു നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്ന ഓരോരുത്തരും ലൈക്ക് എന്നൊരു ഓപ്ഷൻ അവിടെ എവിടെയെങ്കിലും ഉണ്ട്, അതും കൂടി ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണും. അപ്പൊ നമുക്ക് സംഭവം എന്താണെന്ന് നോക്കാം. സംഭവം വേറൊന്നുമല്ല, എന്നത്തെ പോലെ തന്നെ രേണുസുതി ഒരു സീറ്റ് ബെൽറ്റ് വിവാദമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സീറ്റ് ബെൽറ്റ് വിവാദം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ സെയിം സംഭവം. ചേച്ചിയുടെ പേര് ഒരു ദിവസം പറഞ്ഞു കേട്ടില്ലെങ്കിൽ ചേച്ചിക്ക് വളരെ വിഷമമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്നലെ മൊത്തം അലക്കിയത് സജീന വ്ലോഗ്സിനെയാണ്. അപ്പൊ സജീനെ പറയുമ്പോഴത്തേക്ക് ഞാൻ പൊടിക്ക് താന്നു പോയോ എന്നൊരു സംശയമില്ലാത്തതുകൊണ്ട് തന്നെ ചേച്ചി ഇന്നലെ എന്താ ചെയ്തു, ആ സീറ്റ് ബെൽറ്റ് വിവാദത്തെ തുടർന്ന് ഒരു വീഡിയോ കൊണ്ട് പോസ്റ്റ് ചെയ്തു. സെയിം അന്നത്തെ അതേ സീറ്റ് ബെൽറ്റ്. അപ്പൊ എന്താണെങ്കിലും ഇന്നെടുത്ത് അത് ചർച്ച ചെയ്യണമല്ലോ, ചേച്ചിയുടെ ആഗ്രഹം. അപ്പം ചേച്ചിയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് എടുത്ത് റിയാക്ട് ചെയ്യണമല്ലോ. എന്ത് പിള്ളേർ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് എന്നങ്ങനെ പണ്ട് ആരാണ്ട് ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കുകയാണ്. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആരുവാന്ന് ഇവിടെ വിചാരം, ഇവിടെ എന്തെന്റെ തേങ്ങാക്കൊല കണ്ടിട്ട് ആർക്ക് എന്ത് തോന്നാന്നാണ് ഇവിടെ വിചാരം. ഇവിടെ ഇങ്ങനെ രണ്ട് പിള്ളേരുണ്ട് ഇവക്ക്, രണ്ട് പിള്ളേരെന്ന് പറയണ്ട, ഒരു കൊച്ചുണ്ട് ഇവക്ക്, ഇവിടെ ജനിപ്പിച്ച ഒരു കൊച്ച്. ആ കൊച്ചിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വിചാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവക്ക് ഒരു വിചാരമില്ല. അപ്പൊ ഇവക്ക് വിചാരമില്ലാത്തത്തോളം കാരണം നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചു നാളെ സ്കൂളിൽ പോയി, അത് ഏകദേശം 1ാം ക്ലാസ്സിൽ അങ്ങനെ പഠിക്കുന്ന ചെറിയ കൊച്ചാന്ന് തോന്നുന്നു. നാളെ ഇത് സ്കൂളിൽ പോയി മുതിർന്ന് ഒരു 5, 8, 9 പിള്ളേരുടെ മുന്നിലാണ് നിന്റെ അമ്മ മറ്റേ പീസ് അല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു ആൺകൊച്ചും കൂടി ആണല്ലോ. അപ്പൊ ഏക്കാലം ആൺകൊച്ചായ നന്നായി, ഒരു പെങ്കൊച്ചാണെങ്ങാനുമാണ് ഇവർക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ കൊച്ചിനെയും കൂടെ ഇവിടെ പിഴപ്പിക്കുമായിരുന്നു. ഒരു രക്ഷയില്ല. അപ്പൊ അമ്മ മതിൽ ചാടിയിട്ടുണ്ടെങ്കിൽ, അല്ല അമ്മ വേലിയാടിയ മകള് മതിൽ ചാടും, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ. അപ്പൊ ഏക്കാലം ആൺകൊച്ചായത് എന്തുകൊണ്ട് നന്നായി. എന്താണെങ്കിലും രേണുസുതി ഇവിടെ നിന്നും കൊണ്ടൊന്നും നിർത്തുന്നില്ല. പിന്നെ രേണു സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഒരു വീഡിയോ പുറത്ത് ഔട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. ഹലോ ഗൈസ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സോ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമുക്ക് അവിടെ കാണാം. അപ്പം ഇതാണ് രേണു പറയുന്നത്. രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഇവളായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം നമ്മുടെ ബിജി ചേച്ചി, നമ്മുടെ ഇവിടെ ഗൾഫിലൊക്കെ ആണെങ്കിൽ ടിക്ടോക്കിലെ ബിജി വരും. ഒരു 12 മണി 1 മണിയോടെ സമയമാകുമ്പോൾ ബിജി ചേച്ചി വരും. 2-3 എണ്ണം അടിച്ച് പിറ്റായി എന്നവർ അഭിനയിക്കുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്നിട്ട് അതിനകത്ത് പറയുന്നതും കാണിക്കുന്നതും എന്തൊക്കെയാണെന്ന് അവർക്ക് തന്നെ ഒരു ബോധമില്ല. പക്ഷെ അവരുടെ എന്താണ് ബിസിനസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ ഒരു സംഭവം എന്തായാലും റാസൽ ടൈമിലും അവിടെ ഇവിടെയൊക്കെ ദുബായിലെല്ലാം കറങ്ങിയിട്ട് ഇനി ബിജി ചേച്ചി ഇൻസ്പയർ ആക്കി വരുവാണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും മുതലുണ്ടാവും. പക്ഷെ ബിജി ചേച്ചി ഏതാണ്ട് രേണുവിനെ വെച്ച് നോക്കുമ്പോൾ ആനയാടും വ്യത്യാസമുണ്ട്. അപ്പം നിങ്ങൾ അതും ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് വരരുത്, ബിജി ചേച്ചി പ്രതീക്ഷിച്ച് വരരുത്. പക്ഷെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഗിമിക്ക് പരിപാടി ഇവിടെയും രേണു ഉണ്ടാക്കി വെക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഗൾഫിലുള്ളവർക്ക് അറിയാം ബിജി ചേച്ചി ആരാണ് എന്താണ്. ടിക്ടോക്കിൽ നന്നായിട്ട് വരുന്നത്, ഡെയിലി 2-3 ലൈവ് വരുന്ന ആളാണ് ബിജി. അപ്പം അതുപോലത്തെ ഒരു പരിപാടി എന്തെങ്കിലും ആണെന്ന്. അപ്പൊ എന്താണ് ആദ്യത്തെ സബ്സ്ക്രിപ്ഷൻ അപ്പന് തന്നെ കൊടുക്കണം, തന്തയ്ക്ക് തന്നെ കൊടുക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഉണ്ടെങ്കിൽ എന്താണ് തള്ളയ്ക്കും കൊടുത്തേക്ക്, പിന്നെ ബാലൻസ് ഉണ്ടെങ്കിൽ എന്താണ് അളിയനും കൂടെ കൊടുത്തേക്ക്. അപ്പം എക്കാര്യം പൂർത്തിയാവുമല്ലോ. ഇതെന്തൊരു ജന്മമാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ രേണുസുതിയുടെ എന്തെങ്കിലുമൊക്കെ കോപ്രായം കാട്ടങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പൈസ മുടക്കി പോകുക. നമ്മൾ ആ പരിപാടിക്ക് കിട്ടത്തില്ല. നമ്മൾ എന്താണ് ഇവിടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പോകുന്നില്ല. അപ്പൊ അത്ര അപരാധം നമുക്ക് കാണേണ്ട ഇത് പറ്റില്ല. പക്ഷെ പബ്ലിക്കിന്റെ മുന്നോട്ട് എന്ത് നമ്മൾ കൊണ്ടിട്ടാലും നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യും. പിന്നെ നമുക്ക് വേറൊരു വീഡിയോ വെക്കാനുള്ളത്, ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസവത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, അല്ല ഇവിടെ അബോഷനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അബോഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കന്യാമറിയത്തിന്റെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കുറെ അധികം ചേച്ചിമാർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ കമന്റ് ബോക്സ് നിറച്ചും അങ്ങനെ ഒരു വീഡിയോ, അങ്ങനെ ഒരു ഇത് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്നാലും അതൊന്ന് പറഞ്ഞു നോക്കാം. വീഡിയോ ഉണ്ട്. എൻ്റെ അകത്ത് ചേച്ചി പ്രഗ്നന്റ് ആയിരുന്നു. അതിനുശേഷം അത് ഗർഭം അലസിച്ചതിന്റെ തെളിവൊക്കെ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അത് ഈ പറയുന്നവരുടെ ആരുടെയും ഭർത്താവോ അങ്ങനെയൊന്നും അല്ലല്ലോ. ഏതായാലും ഞാൻ കന്യാമറിയൊന്നും അല്ലല്ലോ ദിവ്യഗർഭം ആകാൻ. അങ്ങനെ ആണെങ്കിൽ തന്നെ അവരുണ്ട്, ആളുണ്ടെങ്കിൽ അവർ കൊണ്ടുവിട്ടേന്നേ. ദാറ്റ്സ് ഇറ്റ്.
ഇതാണ് വിഷയം. അപ്പം ഇത് കന്യാമറിയത്തെ ഞാൻ എന്നെ ദിവ്യാഗർഭം ധരിക്കാൻ കന്യാമറിയം എന്നൊക്കെ ചോദിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അത് കുറെ ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ അറിയാം. അപ്പം ഇതൊക്കെയാണ് രേണുസുതി. അവർക്ക് പോയ കോടാലിയാണല്ലോ എന്ത് എവിടെ എങ്ങനെ പറയണമെന്ന് രേണുവിന് അറിയത്തില്ല, സ്വാഭാവികം. അത് നമുക്കിനിപ്പോ എന്ത് പറയാൻ പറ്റും? തങ്കച്ചനെ പറഞ്ഞാൽ മതി. അയാൾക്ക് ഏത് സമയത്താണ് ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് അറിയത്തില്ല. നമുക്കിനി കൂടുതലൊന്നും പറയണ്ട. കാരണം ഇന്നലെ തന്നെ എന്റെ വീഡിയോയിൽ സജിനയ്ക്ക് വേണ്ടി റിയാക്ട് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ തന്നെ ആദ്യം ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തില്ല. പിന്നെ രണ്ടാമത് ഞാൻ കൂളായിട്ട് കഴിഞ്ഞിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് രണ്ടാമത് ഞാൻ അപ്ലോഡ് ചെയ്തത്. കാരണം അതുപോലത്തെ പ്രവൃത്തിയാണ് ഇവന്മാരെല്ലാം കൂടെ കൂട്ടത്തോടെ ഇരുന്ന് കാണിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത്. കാരണം സത്യം പറയുകയാണെങ്കിൽ നമ്മളും കൂടി ഈ ഒരു രേണുസുതി സബ്ജക്ട് ചെയ്യുമ്പോൾ നമ്മളും കൂടെ നെഗറ്റീവ് ആവുകയാണ് കേട്ടോ. ഉറപ്പായിട്ട് നമ്മളും കൂടെ നെഗറ്റീവ് ആവുകയാണ്. നമ്മുടെ എനർജിയാണ് പോകുന്നത് ശരിക്കും. ഞാൻ ഈ റിയാക്ഷൻ ഫീൽഡിലോട്ട് വന്നതിന് ശേഷം ഞാൻ പറയാത്ത കുറെ അധികം വാക്കുകൾ പറഞ്ഞിരുന്നു. ലൈക്ക് അവരാതൊന്നും പറഞ്ഞ വാക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ പറയുന്ന വാക്കല്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒന്നും പറയുന്ന വ്യക്തിയല്ല. പിന്നെ അങ്ങനെ കുറെ കൊണച്ച എന്നുള്ള ഒരു വാക്ക്, അത് ഞാൻ പറയുന്ന ഒരു വാക്കല്ല, അത് പറയേണ്ടി വന്നു. പക്ഷെ ഈ റിയാക്ഷൻ ഫീൽഡിലോട്ട് വരുമ്പോൾ ഈ വാക്കുകൾ ഉപയോഗിച്ച് പറ്റും ചില സമയത്ത്, അല്ലെങ്കിൽ പച്ചക്കറി വിളിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇത് ആലോചിക്കും, ഈശ്വര ഞാൻ എന്താണ് ഇങ്ങനെ ആയി പോയത്. പക്ഷെ വേറെ ഓപ്ഷൻ ഇല്ലടേ, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ ഈ രേണുസുതി ഈ കോപ്പറേറ്റ് ഞാൻ പിന്നെ അപരാധം എന്നല്ലാതെ വേറെ ഏത് വാക്ക് വെച്ചാണ് ഉപമിക്കേണ്ടത്? അപ്പൊ സത്യം പറയുകയാണെങ്കിൽ നമ്മളും കൂടെ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊന്നുമല്ല, രേണുസുതി ഒരു പ്രൊമോഷൻ, അതായത് റാസൽ കൈമേലെ ചെമ്പരത്തി എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവം ബാർ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ഇതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് മാത്രമല്ല ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ സൂരജിന് ഫൈൻ കിട്ടുണ്ടായിരുന്നു, 25,000 രൂപ ഫൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവൾ എപ്പോഴും പ്രൊമോഷൻ ചെയ്യുന്നത് എന്താണ്, ഈ ബാർ സംബന്ധം റിലേറ്റഡ്, പിന്നെ എന്താണ് മദ്യപിക്കുന്നത് കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ സൂരജിന് കഴിഞ്ഞ ദിവസം എന്താണ് ഫൈൻ കിട്ടാൻ കാരണം വെച്ചാൽ അവന് ഒരു കള്ള് ഷാപ്പിൽ നിന്നിട്ട് വീഡിയോ എടുത്ത് കള്ള് കാണിച്ചു എന്നുള്ള പേരിലാണ് 25,000 കിട്ടിയത്. അപ്പം അന്ന് സൂരജ് റിയാക്ഷനുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മറ്റു പലരും ഇത് കാണിക്കുന്നു. അഫ്കോഴ്സ് അത് രേണുസുതിയും കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് സൂരജ് പറഞ്ഞത്. ഞാൻ എന്താണെങ്കിലും ആ ഒരു വീഡിയോ ഇവിടെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ എന്താണെങ്കിലും ഇത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. അപ്പം ഞാൻ വരുന്നു നിങ്ങളെ കാണാൻ. എവിടെയാണെന്ന് അറിയുമ്പോൾ നമ്മുടെ UAE-യിലെ റാസൽ ഖൈമയിലുള്ള SH ഹോട്ടലിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റിലേക്കാണ് വരുന്നത്. ഈ മാസം 21-ാം തീയതി ഗ്രാൻഡ് ഓപ്പണിംഗ് ചെമ്പരത്തിയുടേത്. അപ്പം ഞാനും ഉണ്ടാവും അവിടെ. അതുപോലെ തന്നെ ഈ ഓപ്പണിംഗിന്റെ അന്ന് ഫ്രീ ഡ്രിങ്ക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒന്നിച്ച് ചേർസ് പറയാം. അതുപോലെ തന്നെ നൈറ്റ്, അതായത് മ്യൂസിക് നൈറ്റിൽ ചെമ്പരത്തി വിത്ത് മ്യൂസിക് നൈറ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് അവിടെയുള്ള പ്രവാസികൾ, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ എന്നെ വന്ന് കാണുക, നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ അടിപൊളി ഫുഡ് കഴിക്കാം, ഡാൻസ് ചെയ്യാം, പാട്ട് പാടാം. മാനർച്ചി സ്പെഷ്യലായിട്ട് മാനർച്ചയ്ക്ക് ഉണ്ടെന്നാണ് കേട്ടോ. നമുക്ക് അവിടെ വന്ന് അതൊക്കെ ഒരുമിച്ച് കഴിക്കണ്ടേ. അതുപോലെ അടിപൊളി ഷെഫാണ് നമുക്ക് വേണ്ടി ഫുഡ് തയ്യാറാക്കാനുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ വെച്ച് കാണാം. ഒന്നിച്ച് ചിയേഴ്സ് പറയാം. അതാണ് റാസൽ കൈമ. എന്റെ അറിവിൽ ഇതുവരെ എന്താണ് ദുബായിലെ റാസൽ കൈമ ഇതുവരെ സേഫ് ആണ്. അങ്ങോട്ട് യുദ്ധവും കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല ഇതുവരെ. ബാക്കി എന്താണ് ദുബായിയുടെ ബാക്കി പല ഭാഗത്തുമായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ കൂടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ട് റാസൽ കൈമയിൽ കുറെ അധികം. അങ്ങനെയാണ് ഞാൻ രേണുവിന്റെ കുറെ അധികം കാര്യങ്ങൾ, ദുബായിൽ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെയാണ് കുറെ അധികം കാര്യങ്ങളും ഒക്കെ അറിയുന്നത്. അപ്പം രേണു ഇവിടെ പോയാലും നമ്മുടെ ഒരു കണ്ണുണ്ട്. അപ്പൊ ദുബായിൽ നടക്കുന്ന പരിപാടിയും ഈ ബാറിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയൊക്കെ കുറച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ഒന്ന് എടുത്തിടട്ടെ കേട്ടോ. നമ്മൾ ബാക്കി എന്നിട്ട് എടുത്ത് നമ്മൾ വന്നിട്ട് നമ്മുടെ അഭിപ്രായം പറയും. നമ്മളായിട്ട് അങ്ങനെ പേഴ്സണൽ ലൈഫ് എടുത്തിരുന്ന ശരിയല്ലല്ലോ. അപ്പം വെച്ച് താമസിക്കാൻ തന്നെ നമ്മുടെ സൂരജിന് പറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഞാൻ ഈ സൈഡിൽ വെക്കും. അപ്പൊ 50,000 രൂപ ഫൈൻ എനിക്ക് നെയ്യാറ്റിങ്കര എക്സൈസ് ഓഫീസിൽ നിന്ന് ഫൈൻ അടിച്ച് തന്നിട്ടുണ്ട്. 1-2 രൂപയല്ല, 50,000 രൂപ എനിക്ക് ഫൈൻ ആയിട്ട് വന്നത്. ഇപ്പൊ അദാലത്തിലായതുകൊണ്ട് 25,000 അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 25,000 കൊണ്ട് വന്നിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് ഒരു കള്ളുഷാപ്പിന്റെ വീഡിയോ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഒരു ഫൈൻ കിട്ടിയത്. ഞാൻ മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഒരുപാട് ബ്ലോഗർമാർ കള്ളുഷാപ്പിന്റെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് കള്ള് കുടിക്കുന്നതായിട്ടും കള്ളുഷാപ്പാണെന്നും കള്ള് പറഞ്ഞുകൊണ്ട് മധുരക്കള്ളെന്നും മുന്തിരിക്കള്ളെന്നും ഇഞ്ചിക്കള്ളെന്നും എല്ലാ കള്ളെന്നും കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് പല ബ്ലോഗർമാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും ആ എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ എക്സൈസ് എന്നുള്ള ആരും അധികാരപ്പെട്ട ആരും അതിനൊന്നും കേസ് എടുക്കുന്നില്ല. എന്നെ പിടിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതേപോലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന്. അപ്പൊ എന്നോട് കാണിച്ചു കൊടുക്കണം. അപ്പൊ 2-3 ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു അത് ആരെങ്കിലും കേസ് കൊടുത്താൽ മാത്രമേ, നമുക്ക് ഒരാൾ പരാതി കൊടുത്താൽ മാത്രമേ ഇങ്ങനെ അവർ കേസ് എടുക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു വക്കീലിനെ വെച്ച് പൈസ മുടക്കിയിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. കള്ളിന്റെ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ബാൻ ചെയ്യണം. ഒരാൾ പോലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കട്ട് ചെയ്യണം. ഇത് ഇഷ്ടമല്ല. ആയിരക്കണക്കിന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീഡിയോസ് കള്ളിനെ കുറിച്ചും കള്ളുഷാപ്പിനെ കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട്. അത് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള വലിയ വലിയ ചാനലുകാർ വരെ ഇത് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കള്ള് കുടിക്കുന്നത് ഉൾപ്പെടെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സൈസുകാർ ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല? എനിക്കെതിരെ മാത്രം എന്ത് കേസ് വന്നത്? ഡബിൾ ഡാഡിയുള്ള ഒരാൾ പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ് എനിക്കെതിരെ കേസ് വന്നത്. എക്സൈസ് ആണെങ്കിലും ഏതാണെങ്കിലും എന്തൊരു വീഡിയോ വരാൻ പാടില്ലെങ്കിൽ പാടില്ല തന്നെയാണ്. അത് എനിക്കെന്നല്ല ആർക്കും. 25,000 എന്ന് പറയുന്നത് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് ആരും ചുമ്മാ തന്ന പൈസ അല്ല, എന്റെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കള്ളുഷാപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുള്ളത്. 2024 ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. കള്ളുഷാപ്പിന്റെ വീഡിയോ ഇട്ടപ്പോൾ പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇവിടെ നെയ്യാറ്റിങ്കര എക്സൈസിന് ഫോളോ ആണ്. സൂരജിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂരജ് ഇവിടെ വന്നാൽ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എക്സൈസ് ഓഫീസിൽ വന്നു, എന്നെ അറസ്റ്റ് ചെയ്തു, അവിടെ ഇരുത്തി. അപ്പോൾ ഞാൻ സാർ എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഈ കള്ളിന്റെ മദ്യത്തിന്റെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പോൾ സൂരജിനെ ഒരാൾ പരാതി കൊടുത്തിട്ടാണ്. പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു കേസ് സൂരജിന് വന്നത്. അല്ലാണ്ട് നമ്മൾ സ്വമേധയം നമ്മൾ കേസ് എടുക്കാറില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതാണ് സംഭവം. അപ്പൊ ഇതാണ് സംഭവം. ഇത് സൂരജിന് ഒരു നല്ലൊരു 25,000 രൂപ സംതിങ് ഫൈൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ രേണു വഴിഞ്ഞാടി നടക്കുകയാണ്. പക്ഷെ വിഷമിക്കേണ്ട, രേണു ഇതിന്റെ പേരിൽ ഒരു കേസും കാര്യങ്ങളും വരുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇക്കാര്യം കേസിന്റെ മണ്ട കേസ് അങ്ങനെ കേസിന്റെ മണ്ട കേസായിട്ട് പോട്ടെ. അപ്പം എന്താണെങ്കിലും രേണുവിന്റെ അഴിഞ്ഞാട്ടം പൊടിക്ക് കുറയാനൊന്നും ചാൻസ് ഇല്ല. ഇനി എന്തെങ്കിലുമൊക്കെ കേസും കാര്യങ്ങളൊക്കെ ആക്കി അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള സംഭവത്തിന് എന്തെങ്കിലും നിയമ നടപടി വന്നാൽ മാത്രമേ ഇതിങ്ങനെ പറ്റുള്ളൂ.
പിന്നെ രേണു കഴിഞ്ഞ ദിവസം രേണുവിന്റെ രോദനം അറിയിച്ചുകൊണ്ട് ഒരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അതിന്റെ വീഡിയോ പ്ലേ ചെയ്ത് കളിക്കാം. ഈ നെഗറ്റീവ് പറയുന്ന കുറച്ച് നെഗറ്റീവ് ആളുകളോട് എനിക്ക് സഹതാപം മാത്രമാണ്. കാരണം എൻ്റെ വീഡിയോയിൽ വന്ന് എന്തിട്ടാലും നെഗറ്റീവ്സ് പറയുന്ന കുറച്ച് പേരോട് ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. നിങ്ങളുടെ സ്വഭാവം എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. കാരണം നിങ്ങളുടെ വിചാരം നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഇവരുടെ നെഗറ്റീവ് കേട്ടിട്ട് നമുക്ക് അതിന് ഭയങ്കര സങ്കടമാണ്. എടോ, രേണുസുതിയെ സംബന്ധിച്ച് ഒരു സങ്കടമില്ല. നിങ്ങൾ എന്നെ വന്ന് ദേഹത്ത് വന്ന് ഞോണ്ടിയാലോ കുത്തിയാലോ എനിക്ക് വേദനയുണ്ട്. നിങ്ങൾ എന്നെ തല്ലിയാലോ എനിക്ക് വേദനയുണ്ട്. പക്ഷെ നിങ്ങളുടെ ഓരോ നെഗറ്റീവ് കമന്റ്സും എനിക്ക് ചിരിയാണ് വരാറ്. എന്തൊരു കുശുപ്പാ നിങ്ങൾക്ക്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരത്തില്ല, നിങ്ങളെ ഉപദ്രവിക്കത്തില്ല, ഒന്നിനും വരത്തില്ല. പക്ഷെ നിങ്ങളുടെ നെഗറ്റീവ്സ് ഇല്ലേ, എന്തൊരു കുശുമ്പാണോ തനിക്കൊക്കെ. എന്നെ കുശുമ്പന്മാരാ. നിനക്കൊന്നും മരുന്നില്ല, അസുഖയ്ക്ക് കുശുമ്പിന് മരുന്നില്ല. നീയൊക്കെ അവിടെ നിന്ന് നെഗറ്റീവ് അടിക്കും, ഞാൻ ഇങ്ങനെ ഉയർന്നു പോകും. നീയൊക്കെ അവിടെ നിന്ന് നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കും. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടല്ലോ. ഐ ലവ് യു. അപ്പൊ രേണുവിനെ തല്ലിയല്ലേ രേണുവിന് വേദന എടുക്കത്തുള്ളൂ. എന്തിട്ടാലും നെഗറ്റീവ് പറയുന്ന കമന്റുകൾ എന്നാണ് പറയുന്നത്. അപ്പൊ പോസിറ്റീവ് ഇടുന്നത് ഒരു 1000 കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 999 രേണുവിന് നെഗറ്റീവ് പറഞ്ഞിട്ടുള്ളതായിരിക്കും. ഏതാണ്ട് ഒന്നെങ്ങാണ്ട് എവിടെയെങ്കിലും ഒരു വാല് കാണുമായിരിക്കും. അപ്പം രേണു ഇതിൽ നിന്നൊക്കെ എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിന്റെ ട്രാക്ക് ശരിയല്ല എന്നാണ് ഉൾക്കൊള്ളേണ്ടത്. പക്ഷെ അവൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറല്ല. നേരത്തെ തന്നെ കണ്ടില്ലേ, ഇതുപോലെ ബാറും മദ്യപിക്കുന്നതും കാര്യങ്ങളൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. പൊതുസമൂഹത്തെ വഴി തെറ്റിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. പറഞ്ഞ കാര്യമില്ല, സർക്കാരും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ രേണുവിന് ഇപ്പൊ ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് അങ്ങനെ ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെയാണെങ്കിലും അടിച്ച് വിറ്റായിട്ട് ഡാൻസ് കളിക്കുക, അതാണ് മറ്റത് മറിച്ചത് മാടാ കോട, അങ്ങനെയൊക്കെ കുറെ പരിപാടിയാണ് രേണുവായിട്ട് ഇവിടെ വന്ന് കാണിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, രേണുവിന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന ഡബിൾ മീനിങ് ഉള്ള വാക്കുകൾ കഴിഞ്ഞ ദിവസം ആ കൊച്ചിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യം തന്നെ ഇവള് പറയുന്ന ഡബിൾ മീനിങ് വാക്കുകളാണ്. ശരിക്കും ഒരു സത്യം ഞാൻ പറയട്ടെ, ഇവള് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്ക് വടാന്ന് പറഞ്ഞൊരു വാക്ക് ആദ്യമേ എനിക്ക് മനസ്സിലായില്ല സംഭവം എന്താണ്. കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിലോട്ട് വന്നതിന് ശേഷമാണ് കുറെ അധികം വാക്കുകളും കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത്. പിന്നെയാണ് ഈ ഒരു വാക്ക് ഇങ്ങനെ ഒരു സംഭവമാണോ എന്ന് നമ്മൾ അറിയുന്നത്. കാരണം നമ്മളിങ്ങനെ ഇങ്ങനത്തെ വാക്കുകൾ കേട്ടത് ശീലമല്ലല്ലോ. ഇപ്പൊ റിയാക്ഷൻ വീഡിയോ വന്നതിന് ശേഷം ഞാൻ എല്ലാം പഠിച്ചു, എല്ലാം ശീലമായി, എല്ലാ വാക്കുകളും ഉപയോഗിക്കാൻ പഠിച്ചു. അപ്പം എന്താണ്ടൊക്കെ നമ്മൾ തന്നെ അല്ലാണ്ടായി എന്ന് എനിക്കറിയാം. ഒരു കൂട്ടം ഈ രേണുവിനെ റിയാക്ട് ചെയ്ത് തന്നെ നമ്മൾ അല്ലാണ്ടായിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഇടയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെ രേണു ഇങ്ങനെയൊക്കെ തന്നെ പോകും. രേണു എന്നാ സുമവാ, അപ്പൊ സുമ ഒന്നുമല്ല, നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ. അപ്പം ഗൈസ്, ഇതൊക്കെയാണ് ഒരു ചെറിയ വീഡിയോ ആണ്. ഇന്നലെ രേണുവിനെ എസ്പെഷ്യലി എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കാത്തതുകൊണ്ട് രേണുവിന് നല്ല വിഷമമായിട്ടുണ്ട്, നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അതിനാണ് സീറ്റും ബെൽറ്റ് മാറ്റി ഒരു വീഡിയോ കൂടെ അവൾ ചെയ്തത്. അപ്പൊ എന്താണെങ്കിലും രേണുവിന്റെ ഒരു ആഗ്രഹപ്രകാരം നമുക്ക് ചെയ്തില്ലേ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം എന്റെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കറക്റ്റായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാൻ വരെ ബൈ.